ആരാണ് സമൂഹത്തിലെ ആദ്യത്തെ പൗരൻ? പൗരത്വം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് ഒരു സമൂഹത്തിലെ ആദ്യത്തെ പൗരൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരാലോചന ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദി സൊസൈറ്റി, ഓഫ് ദി നാഷൻ. സമൂഹത്തിലെ രാഷ്ട്രത്തിലെ ആദ്യത്തെ പൗരൻ ആരാണ്? എൻ്റെ എളിയ അഭിപ്രായത്തിൽ അത് ഭരണാധികാരികളോ ജനപ്രതിനിധികളോ ജനനായകരോ ഒന്നുമല്ല. ഏതൊരു പ്രബുദ്ധ സമൂഹത്തിലെയും ആദ്യത്തെ പൗരൻ അധ്യാപകനാണ് എന്നുള്ളതാണ് ചരിത്രം അധ്യാപകന്, സംസ്കാരം അധ്യാപകന് നൽകിയിട്ടുള്ള ബഹുമതി. അനൗപചാരികമായ അർത്ഥത്തിലും ഔപചാരികമായ അർത്ഥത്തിലും അത് വളരെയേറെ പ്രസക്തവും പ്രധാനവുമാണ്. ആ അധ്യാപക സമൂഹം ഇന്ന് സംസ്ഥാന സമ്മേളനം KSTUവിടെ നടത്തുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിവന്ദരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തൻ്റെ പ്രസംഗത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ചെലവഴിച്ചത് പൗരത്വം എന്ന പ്രശ്നത്തെ പരാമർശിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് ഒട്ടും യാദൃച്ഛികമല്ല. ലോകത്തൊരു രാജ്യത്തുമില്ലാത്തൊരു ദുരന്തമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. ഞാനതിനെ ദേശീയ ദുരന്തം എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ നാഷണൽ കലാമിറ്റി. ഒരു രാജ്യം അതിലെ പൗരത്വം ചർച്ച ചെയ്യുകയും ആ പൗരത്വത്തിന് മതപരമായിട്ടുള്ള വർണ്ണങ്ങൾ കൽപ്പിക്കുകയും അവിടെ അധിവസിക്കുന്ന സ്വന്തം പൗരന്മാരെ സംശയത്തോടെ നിരീക്ഷിക്കേണ്ട വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അതിനെതിരെ രാജ്യമെമ്പാടും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യ രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ ക്യാമ്പസുകൾ, മഹാനായ തങ്ങൾ അതിവിടെ പരാമർശിച്ചു, JNU അടക്കം, ജാമിയ മില്ലിയ അടക്കം, ഇഫ്ലു അടക്കം, ഹൈദരാബാദ് സർവകലാശാല അടക്കം, ഈ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെല്ലാം തെരുവിലിറങ്ങുകയും അധ്യാപകരും പ്രക്ഷോഭം നയിക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത വിധം ഈ സമരം പടർന്ന് പന്തലിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന ഭരണകൂടത്തിൻ്റെ വക്താക്കൾക്ക് പുറത്തവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ അബദ്ധം, അവരുടെ ഭീമാബദ്ധം ഉള്ളിലെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വിചാരിച്ച പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. ഈ ബില്ല് കൊണ്ടുവന്നവരുടെ ഉദ്ദേശം ഒന്ന് കൊണ്ടുപോയി ഈ ബില്ല് കൊണ്ടുവന്നവരുടെ ഉദ്ദേശം രാജ്യത്തിലെ ജനങ്ങളെ വിഭജിച്ച് നിർത്തലായിരുന്നു. സാമുദായികമായ വിഘടനമായിരുന്നു, വിഭജനമായിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായതാണ് രാജ്യത്ത് സംഭവിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കട്ടെ, നിങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് എന്ന് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭത്തിലൂടെ അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. രാജ്യവാസികൾ കൂടുതൽ ഒന്നിച്ചിരിക്കുന്നു. സമുദായ മൈത്രിയുടെ മകുടോദാഹരണങ്ങളാണ് ഇന്ന് നാട്ടിൽ കാണുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നെ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൈകോർത്ത് പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സുഹൃത്ത് പൗരത്വ ഭേദഗതി ഒരു പ്രതിഷേധ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിളിച്ചു. നാടാകെ നടക്കുന്ന സമ്മേളനങ്ങളാണ്, പുതുമയില്ല. പക്ഷേ ഈ സമ്മേളനങ്ങളെപ്പോലുള്ള സമ്മേളനങ്ങൾക്കൊരു പുതുമയുണ്ട്. 50 ക്ഷേത്രങ്ങളിലെ ഹൈന്ദവ വിശ്വാസികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടുണ്ടാക്കിയ കമ്മിറ്റിയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എന്ന് അവരെന്നോട് പറഞ്ഞു. 50 ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവർ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം മറ്റു സമുദായങ്ങളിലെ സഹോദരങ്ങൾക്കൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ കമ്മിറ്റിയാണ്. സമ്മേളനത്തിന് മുമ്പ് ഒരു പ്രകടനമുണ്ടാകും. അത് നയിക്കുന്നത് ആ സുഹൃത്തിനോട് പറഞ്ഞു, ദേശീയ പതാക മൂവർണ്ണ കൊടി തിരങ്ക
ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തിരങ്ക, ത്രിവർണ്ണ പതാക, സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യക്കാർ പിടിച്ച പതാക, ആ പതാകയാണ് ഇന്ന് ഈ രാജ്യത്തിലെ കൊച്ചു കുട്ടികൾ പോലും കയ്യിലേന്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഈ പ്രകടനത്തിൽ മൂവർണ്ണക്കൊടി പിടിക്കാൻ മുമ്പിൽ നിൽക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായിരിക്കുമെന്നും ആ സുഹൃത്തിനോട് പറയുകയുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു. സമുദായങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് വിചാരിച്ചു, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചു, തങ്ങൾക്ക് വോട്ട് ചെയ്തവരെ ഒന്നുകൂടി പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിലൂടെ രാജ്യത്ത് വലിയ വിഘടനമുണ്ടായാൽ അത് മുതലെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു രാജ്യത്തെ സാമ്പത്തികമായി കുളം തോണ്ടിയ ശേഷം രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതാക്കി, എല്ലാ കഷ്ടനഷ്ടങ്ങളും ചെയ്തു, ഇരിക്കപ്പൊറുതിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ പൗരനെ കൊണ്ടുവന്നെത്തിച്ചു. കുത്തകകളെ സഹായിച്ചു, കൃഷി നശിപ്പിച്ചു, വ്യവസായം നശിപ്പിച്ചു, കയ്യിൽ കിട്ടിയതൊക്കെ രാജ്യത്തിന്റെ പൊതുമുതൽ വിറ്റ് തൊലച്ചു. ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങളും ഭൂമിയിലൂടെ ഓടുന്ന തീവണ്ടിയും എങ്ങനെ വിൽക്കണമെന്നാലോചിക്കുന്ന ഒരു സർക്കാർ. ഈ സാമ്പത്തികമായി ഇത്ര വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ലോകത്തേത് രാജ്യത്തും ഒരു ജനാധിപത്യ സമൂഹത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകും. അത് ചരിത്രത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരാൻ പോകുന്ന പ്രക്ഷോഭത്തെ മുൻകൂട്ടി കണ്ട് ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പ് ഏറ് എന്ന് പറഞ്ഞ പോലെ അവർ എറിഞ്ഞതായിരുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ലെങ്കിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളാണ്. അത് ഈ രാജ്യത്തിന്റെ സ്വഭാവം വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് ഈ രാജ്യത്തിന്റെ സ്വഭാവം? ഈ രാജ്യത്തിന്റെ സ്വഭാവം, ഇന്ത്യ അടിമുടി മതേതരമാണ്. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ആർക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞാലും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഇന്ത്യയും ഇന്ത്യക്കാരും ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. അതാണ് ഈ സമരത്തിന്റെ സ്വഭാവം. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും പ്രക്ഷോഭത്തിൽ 85ഉം 90ഉം വയസ്സുള്ള പാവങ്ങളായ വലിയുമ്മമാരാണ് ഷഹീൻ ബാഗിൽ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ അടിവരയിട്ട് പറഞ്ഞല്ലോ, ഷഹീൻ ബാഗുകൾ രാജ്യമൊട്ടുക്കും ഉയർന്നു വരുന്നുവെന്ന്. ആ രാജ്യമൊട്ടുക്കും ഉയർന്നു വരുന്ന ഷഹീൻ ബാഗുകൾക്ക് മുഴുവൻ പ്രചോദനമായ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ പത്രസമ്മേളനം നടത്തിയത് 85-90 വയസ്സുള്ള മുതിർന്ന വലിയുമ്മമാരാണ്. അവർ വിദ്യാഭ്യാസത്തിന്റെ ബിരുദങ്ങളുടെ അകമ്പടിയോടെ വന്നവരല്ല. അവർ ഈ രാജ്യത്ത് പാർക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ഏറ്റവും വിലപ്പെട്ട പൗരത്വത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരം ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. പരിഷ്കൃത രാജ്യങ്ങൾ ഒന്നടങ്കം ഈ രാജ്യത്തുണ്ടായ ഈ വിവേചനത്തെ നിഷേധിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ, അതിലെ രാജ്യങ്ങൾ ഒന്നിലേറെ തവണ പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇന്ത്യ എന്ന അഭിമാനമുള്ള രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് കൽപ്പിക്കുന്ന വിവേചനമോർത്ത് പുറത്തുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് ലജ്ജ ഉണ്ടാക്കിയ നടപടികളാണ് ഇവർ വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വം ഇതിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരം കടലാസുകൾ, ഇത്തരം നിയമക്കടലാസുകൾ എങ്ങോട്ടാണ് എറിഞ്ഞു കളയേണ്ടത് എന്നറിയാനുള്ള വിവേകമുള്ളവരാണ് ഇന്ത്യൻ ജനത. അവരാ കടമ നിർവഹിക്കുകയാണ്. ജനാധിപത്യപരമായി മതേതരമായി സംഘടിച്ചിട്ടുള്ളവരാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഭരണകൂടത്തിന്റെ വക്താക്കൾക്ക് പറയാൻ കഴിയാത്ത വിധം ചില പ്രസ്താവനകൾ ഉണ്ടായി. സമരം നയിക്കുന്നവരുടെ വേഷം കണ്ടാൽ അറിയാമല്ലോ ആരാണ് എന്നാണ് ഒരു മതേതര സർക്കാരിന് നേതൃത്വം നൽകുന്നവർ പ്രസ്താവന ഇറക്കിയത്.
വേഷം കണ്ടാൽ അറിയുമോ ഇന്ത്യയിലുള്ളവർ ആരാണെന്ന്? അറിയുമോ? ഈ രാജ്യം ഭരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ വേഷം കണ്ടാൽ അറിയുമെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ വേഷം എന്താണ്? തലയിലൊരു തൊപ്പിയാണ്. ആ തൊപ്പിയുടെ പേര് ഗാന്ധി തൊപ്പി എന്നാണ്. പക്ഷേ ഒരിക്കലും ശിരസിലൊരു തൊപ്പി ധരിച്ചിട്ടില്ലാത്ത മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പേരിലാണ് ആ തൊപ്പി. ആലോചിക്കണം. തലയിൽ ഒരിക്കലും തൊപ്പി ധരിച്ചിട്ടില്ലാത്ത ഗാന്ധിയുടെ പേരിലൊരു തൊപ്പി. അത് തലയിൽ നിന്ന് ഒരു നിമിഷവും ഊരാത്ത ഒരു ജവഹർലാൽ. ആ ജവഹർലാലിന്റെ പൈജാമ, അദ്ദേഹത്തിന്റെ ഷെർവാനി. പൈജാമയും ഷെർവാനിയും ആരുടെ വേഷമാണ് ഇന്ത്യയിൽ? ലണ്ടനിൽ നെഹ്റു പ്രസംഗിക്കാൻ പോയി. മഹാവാഗ്മിയായ നെഹ്റു, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ കണ്ണാടിയായ നെഹ്റു, ഇന്ത്യയുടെ അഴകായ നെഹ്റു, ഇന്ത്യയുടെ മൈത്രിയുടെ കൊടിവാഹകനായ നെഹ്റു, ഇന്ത്യ ഉള്ളയിടത്തോളം കാലം നിങ്ങൾ എത്ര പുറത്താക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ബഹിഷ്കരിക്കാൻ കഴിയാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ന് ഏതൊരു ജാമിയ മില്ലിയയുടെ വിദ്യാർത്ഥികളാണോ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി സമരം നയിക്കുന്നത്? ഏത് ജാമിയ മില്ലയിലാണോ പോലീസ് ഇടപെട്ടത്? ആ ജാമിയ മില്ലിയക്ക് തീ കൊളുത്താൻ പോവുകയാണ് ചില വർഗീയവാദികൾ എന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നെഹ്റുവിന് വിവരം കിട്ടി. സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ട് പിറകെ ജാമിയ മില്ലിയക്ക് കല്ലിട്ടത് ആരാണെന്ന് അറിയുമോ? ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ. കല്ലിടുന്ന ചടങ്ങിന് നേതൃത്വം കൊടുത്ത ആരാണെന്ന് അറിയാമോ? ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ. ജാമിയ മില്ലിയക്ക് കല്ലിടുമ്പോൾ നോക്കി നിന്നത് ഇന്ത്യയുടെ ആത്മാവിന്റെ ആത്മാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകാത്ത ഗാന്ധി, നിങ്ങൾക്കൊരു കാലത്തും തിരിയാത്ത ഗാന്ധി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യയില ലോകമുള്ളയിടത്തോളം കാലം ഓർക്കപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മിനിഞ്ഞാന്നൊരു മാന്യൻ പറഞ്ഞിരിക്കുന്നു, ഗാന്ധിജിയെ മഹാത്മാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ചോര തിളക്കുകയാണ്. 6 തവണ ഇയാൾ ലോക്സഭാ മെമ്പറായിട്ടുണ്ടത്രേ. 6ാമത്തെ തവണയാണ് ഇപ്പോൾ ഇയാൾ ലോക്സഭയിലേക്ക് വന്നിട്ടുള്ളത്. ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് വിളിക്കുമ്പോൾ ചോര തിളക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ. എന്നിട്ട് അയാൾ പറയുന്നു, സ്വാതന്ത്ര്യ സമരം ഒരു ഒത്തുകളിയായിരുന്നു. ഞാൻ അധ്യാപക സമൂഹത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിച്ചു പോന്ന സ്വാതന്ത്ര്യ സമരം 1498 ഈ കോഴിക്കോട്ട് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ അന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം. സാമൂതിരിയും കുഞ്ഞാലിയും അതിന് തുടക്കം കുറിച്ചു. നൂറ്റാണ്ടുകൾ ഇന്ത്യൻ ജനത പടവെട്ടി. കുഞ്ഞാലി മരക്കാരുടെ കൂടെ സാമൂതിരി, സാമൂതിരിയുടെ കൂടെ കുഞ്ഞാലി. അന്ന് സാമൂതിരിയുടെ ഒരു തിട്ടൂരം കോഴിക്കോട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഈ നാട് ഭരിക്കുന്നവർ കേൾക്കട്ടെ. സാമൂതിരി ഹിന്ദുക്കളെ വിളിച്ചു പറഞ്ഞു ആ വിളംബരത്തിൽ, ഹിന്ദുക്കളെ, നിങ്ങളുടെ വീട്ടിൽ 2-3 കുട്ടികളൊക്കെ ഹിന്ദുക്കളായി വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ മുസ്ലിമായിട്ട് വളർത്തൂ. ഹിന്ദുക്കളായ അച്ഛനമ്മമാരെ, 4ാമത്തെ കുട്ടി മുസ്ലിമായി വളരട്ടെ, 5ാമത്തെ കുട്ടി മുസ്ലിമായി വളരട്ടെ. ഈ നാട് കാക്കാൻ കുഞ്ഞാലി മരക്കാരുടെ പടയിൽ ചേർക്കാൻ അത് നമുക്ക് സഹായകരമായി തീരും, പറങ്കികളെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞ സാമൂതിരിയുടെ കോഴിക്കോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏത് പട്ടികയിൽ എഴുതണം സാമൂതിരിയെ? പൗരത്വത്തിന്റെ ഏത് പട്ടികയിൽ എഴുതണം മഹാനായ കുഞ്ഞാലിയെ? ഏത് പട്ടികയിൽ എഴുതണം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ? ഏത് പട്ടികയിൽ എഴുതണം ജാമിയ മില്ലിയക്ക് തീ കൊളുത്താൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ജവഹർലാൽ ഒരു വാഹനമെടുത്ത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലേക്ക് ഓടി എത്തി. അദ്ദേഹം ആ പൈജാമ ഷെർവാനി ഗാന്ധി തൊപ്പി അണിഞ്ഞ് ജാമിയ മില്ലിയയുടെ മുറ്റത്ത് ചമ്രം പടിഞ്ഞിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്നൊരു പ്രധാനമന്ത്രിയെ സാധാരണക്കാർക്ക് കാണാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. തൻ്റെ കാർട്ടൂൺ വരക്കാറുണ്ടായിരുന്ന ശങ്കർ എന്ന കാർട്ടൂണിസ്റ്റ് ഇടയ്ക്ക് തൻ്റെ കാർട്ടൂൺ വരക്കാതിരുന്നാൽ കാർട്ടൂൺ ഒരിക്കലും നല്ലതായിരിക്കില്ല. കാർട്ടൂൺ എന്ന കല തന്നെ പരിഹാസമാണ്. നെഹ്റുവിനെ കളിയാക്കുന്ന ശങ്കർ കുറെ ദിവസമായി കാർട്ടൂൺ വരാതെ കാണുമ്പോൾ നെഹ്റു ശങ്കറിനോട് ചോദിക്കുമായിരുന്നു, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ, ശങ്കർ നിങ്ങൾ എന്താ എന്നെ മറന്നോ എന്ന്. അത്ര വലിയ ഡെമോക്രാറ്റായ ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു. ഇന്നെന്താ ഇവിടെ നടക്കുന്നത്? കോഴിക്കോട്ട് കടപ്പുറത്ത് കപിൽ സിബൽ പറഞ്ഞില്ലേ, ഇന്നിവിടെ നടക്കുന്നത് ഓട്ടോക്രസിയാണ്, സ്വേച്ഛാധിപത്യമാണ്. ആ ജനാധിപത്യവാദിയായ നെഹ്റുവിന്റെ പിറകിൽ ആ ജവഹർലാൽ നെഹ്റു ജാമിയ മിലിയയുടെ മുറ്റത്ത് പോയി ചമ്രം പടിഞ്ഞിരുന്ന് നെഹ്റു പറഞ്ഞു, ആദ്യം എനിക്ക് തീ കൊളുത്തു, എന്നെ കൊല്ലൂ, എന്നിട്ട് ജാമിയ മിലിയക്ക് തീ കൊളുത്തു. ഏത് പട്ടികയിൽ എഴുതണം ജവഹർലാലിന്റെ പേര്? ജവഹർ എന്ന വാക്ക് അറബിയാണ്, നെഹ്റു എന്ന വാക്കും അറബിയാണ്. തുടക്കം അറബിയാണ്, ഒടുക്കവും അറബിയാണ്. ഏത് പട്ടികയിൽ എഴുതണം? മുഹമ്മദ് അലി ജൗഹർ എന്ന് കേട്ടിട്ടില്ലേ? അതേ ജൗഹറാണ് ഈ ജവഹർ. നെഹർ എന്ന് പറഞ്ഞ അറബിയിൽ പുഴ, അത് അറബി വാക്കാണ്. അറബിയിൽ നിന്ന് കടന്ന് ഹിന്ദുസ്ഥാനിയിലെത്തി, ഉറുദുവിലെത്തി ഈ വാക്ക്. ആ വാക്കായിരുന്നു നെഹ്റുവിൻ്റെ പേര്. നെഹ്റു എന്ന പ്രധാനമന്ത്രിയെ ഏത് പട്ടികയിൽ എഴുതണം? ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന കാലത്ത് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വിമാനത്തിൽ വന്ന് അപ്രതീക്ഷിതമായിട്ട് കയറി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ മാനവ വിഭവശേഷി മന്ത്രിയാണ് കേന്ദ്രത്തിൻ്റെ വകുപ്പനുസരിച്ച്. അദ്ദേഹം പണ്ഡിതനാണ്, അധ്യാപകനാണ്, ഫിസിക്സിൽ പ്രൊഫസറാണ്. അദ്ദേഹം യാദൃച്ഛികമായി എൻ്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ വേറൊരു കാര്യത്തിലും ഓർമ്മ വരാറുണ്ട്. ഞാൻ പാർലമെന്റിൽ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. സമദാനി സാഹിബ് സംസ്കൃതത്തിൽ 2 വാക്ക് ഈ പാർലമെന്റിൽ പറയണമെന്ന് ഞാൻ മോഹിച്ചിരുന്നു എന്ന് എന്നോടൊരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സംസ്കൃതം എന്തിരിക്കുന്നു, നല്ല ഭാഷ, മാതാവായ ഭാഷ. പക്ഷെ ഇന്ത്യയിൽ വേറെയും എത്ര ഭാഷകൾ. ഇതെല്ലാം ബഹുമാനിക്കുമ്പോഴല്ലേ നാം ഇന്ത്യക്കാരായി തീരുന്നത്. അത് എന്നോട് പറഞ്ഞു, ഒക്കെ ശരിയാണ്, പക്ഷെ ഒരു മുസ്ലിം സംസ്കൃതം താങ്കൾ പറയുന്ന പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ആ ഭാഷയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന്. ഡൽഹി മുതൽ മുംബൈ വരെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഉറുദു ഭാഷ മനോഹരമാണ്, ഇന്ത്യക്കാർ ഉറുദു സംസാരിക്കുന്നവരുടെ ഉറുദു. പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട്, അതതിൻ്റെ ലിപിയോടുള്ള പരാതിയാണ്. അല്ല, ഈ ഭാഷയുമായി ഞങ്ങൾക്ക് പിണക്കമില്ല. നിങ്ങൾ ഉറുദു ഭാഷയുടെ ലിപി മാറ്റുമോ? എങ്കിൽ ഉറുദു ഭാഷയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏകദേശം 10-15 കൊല്ലം മുമ്പ് അന്നത്തെ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നോട് വിമാനത്തിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നെഹ്റു 1958 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ പ്രസംഗിക്കുകയാണ്. സമ്മേളനം അഞ്ജുമൻ തറക്കി ഉറുദുവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനമാണ്. അധ്യക്ഷൻ മഹാനായ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ജനിച്ചത് മക്കയിൽ. കഅബ ഷരീഫിൽ ബാങ്ക് മുഴക്കുന്നത് കേട്ടുകൊണ്ട് ആ മക്ക ഷരീഫിലാണ്. ഏത് പട്ടികയിൽ എഴുതണം? പൗരത്വത്തിൻ്റെ ഏത് പട്ടികയിൽ എഴുതണം? മാതാപിതാക്കളൊക്കെ ഇന്ത്യക്കാരാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്, ഉടനെ ഇങ്ങോട്ടും വന്നു, തിരിച്ചിങ്ങോട്ടും വന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, 10 കൊല്ലം ജയിലിൽ കിടന്നു. ജയിലിൽ കിടക്കുമ്പോൾ പത്നി സുലൈഖ മരണപ്പെട്ടു. അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ എല്ലാവരും മൗലാന ആസാദിനോട് പറഞ്ഞു, ഒരു ചെറിയ റിക്വസ്റ്റ് കൊടുത്താൽ ജയിലിൽ നിങ്ങൾക്ക് ലീവ് കിട്ടും, ഭാര്യയുടെ ജനാസയിൽ പങ്കെടുത്ത് വരാം. നെഹ്റു വന്ന് മൗലാന ആസാദിനോട് ആവശ്യപ്പെട്ടു. മൗലാന ആസാദ് പറഞ്ഞു,
എൻ്റെ പത്നിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ പോകാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഔദാര്യത്തിന് വേണ്ടി ഒരു കടലാസ് തുണ്ടുമായി ഞാൻ ഒരിക്കലും പോവുകയില്ല എന്ന് പറഞ്ഞ മൗലാന മുഹിയുദ്ദീൻ അബുൽ കലാം ആസാദ്. അദ്ദേഹത്തെ രാജ്യം ഇമാമുൽ ഹിന്ദ് എന്ന് വിളിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ ഇമാം. ഇന്ന് മറ്റൊരു ചെറുപ്പക്കാരനെ ഇന്ത്യയുടെ ജനങ്ങൾ ഇമാം എന്ന് വിളിക്കുന്നു, ചന്ദ്രശേഖർ ആസാദ്. അതാണ് ഈ രാജ്യത്തെ മതേതരത്വം. മുമ്പൊരു ചന്ദ്രശേഖർ ആസാദ് ജീവിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്. വെറുതെ വിളിക്കുന്നതല്ല, ജാമാ മസ്ജിദിന്റെ പടവുകളിൽ വന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലെത്തും പൗരത്വത്തിന്റെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ. ജുമുഅ കഴിഞ്ഞ് പിരിയുമ്പോ കൃത്യസമയത്ത് ചന്ദ്രശേഖർ ആസാദ് ജാമാ മസ്ജിദിന്റെ പടവുകളിൽ നിലയുറപ്പിക്കുകയാണ്. പോലീസ് അദ്ദേഹത്തെ പിടിച്ചിരുന്നു. പോലീസിന്റെ പിടിയിൽ നിന്ന് തന്ത്രപരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ശേഷം ജാമാ മസ്ജിദിന്റെ പടവിലേക്ക് അദ്ദേഹം എത്തിയത് തൊട്ടടുത്തുള്ള ഓരോ കെട്ടിടത്തിന്റെയും ടെറസിൽ നിന്ന് ടെറസിലേക്ക് ചാടിക്കടന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ജാമാ മസ്ജിദിന്റെ പടവുകളിൽ എത്തിയത്. അങ്ങനെയുള്ള ആൺകുട്ടികളാകുന്ന ചുണക്കുട്ടികളായ മതേതരവാദികൾ ഉള്ളിടത്തോളം കാലം, അംബേദ്കറിന്റെ സന്തതികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, നെഹ്റുവിന്റെ മക്കൾ, ഗാന്ധിയുടെ മക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പൗരത്വ ഭേദഗതി ബില്ല് പോലുള്ള അരാജകത്വങ്ങളെ നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റിനും ഒരു രാജ്യത്തും സാധ്യമാവുകയില്ല. അതിന് രാജ്യം അനുവദിക്കുകയില്ല. മൗലാന ആസാദ് തന്റെ പത്നിയുടെ ജനാസയിൽ പങ്കെടുത്തില്ല. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹം നേരെ പോയത് തന്റെ പത്നി സുലൈഖയുടെ ഖബറിങ്കലേക്കാണ്. സ്വാതന്ത്ര്യ സമരം ഒത്തുകളിയാണ് പോൽ. 10 കൊല്ലം മൗലാന ആസാദ് ജയിലിൽ. ഭാര്യ മരിക്കുമ്പോൾ അദ്ദേഹം ജയിലിൽ, ഗാന്ധി ജയിലിൽ, നെഹ്റു ജയിലിൽ, സർദാർ വല്ലഭഭായ് പട്ടേൽ ജയിലിൽ, സരോജിനി നായിഡു ജയിലിൽ, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ പുറത്തു പോയി ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരം ഒത്തുകളിയാണ് പോൽ. ബ്രിട്ടീഷുകാരുമായി ഒത്തുകളിച്ചു പോലത്രേ. പറയുന്നത് ചില്ലറക്കാരനല്ല. 6 വർഷം പാർലമെന്റിലെത്തിയ ഒരു മെമ്പർ, 6 തവണ. ഇതാണ് ഇന്ന് നടക്കുന്ന ചിത്രം. അവസാനം അബുൽ കലാം ആസാദ് തൻ്റെ ഡയറിയിൽ, തൻ്റെ ആത്മകഥയിൽ എഴുതി, ഞാൻ ജയിലിലേക്ക് പോകുമ്പോൾ അവളാണ് എന്നെ യാത്ര അയച്ചത്. അവൾ ഉമ്മറപ്പടി വരെ വന്നു. എന്നെ അവൾ സന്തോഷത്തോടെ യാത്ര അയച്ചു. ഒരിക്കലും കരുതിയില്ല തിരിച്ചു വരുമ്പോൾ അവൾ ഉണ്ടാവില്ല എന്ന്. ഇന്ന് അവൾ ഖബറിലാണ്. എന്നിട്ട് മൗലാന ആസാദ് മഹാപണ്ഡിതൻ വേർഡ്സ്വർത്തിന്റെ ഒരു കവിതയാണ് ഉദ്ധരിക്കുന്നത്. ഓർക്കണം, മഹാനായ ഇംഗ്ലീഷ് കവി വേർഡ്സ്വർത്തിന്റെ കവിത നോക്കൂ. അവൾ ഇന്നൊരു ശവകുടീരത്തിലാണ്. ആ മൗലാന ആസാദ് അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കുകയാണ്. നെഹ്റു പ്രസംഗമധ്യേ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയി ഉറുദു പഠിച്ചില്ല. നെഹ്റുവിന് സകല ഭാഷകളും അറിയാം. പണ്ഡിതനായ നെഹ്റുവിന്റെ ഒറ്റ പുസ്തകം, 2 പുസ്തകം വായിച്ചാൽ മതി. ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ, മറ്റൊന്ന് വിശ്വചരിത്രാവലോകം, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഈ 2 പുസ്തകം വായിച്ചാൽ മനസ്സിലാകും നെഹ്റുവിന്റെ ആഴം. ആ നെഹ്റു പറയുകയാണ്, ഞാൻ സ്കൂളിൽ പോയിട്ട് ഉറുദു പഠിച്ചില്ല. അത് കേട്ടപ്പോൾ സദസ്സിലുള്ളവർക്ക് വലിയ കൗതുകവും അത്ഭുതവുമായി. ജവഹർലാലിന് എല്ലാം അറിഞ്ഞിട്ടും ഉറുദു അറിയില്ല അല്ലേ എന്നവർ പരസ്പരം അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. ഉറുദു സമ്മേളനത്തിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത്. നെഹ്റു മഹാവാഗ്മിയായിരുന്നു. നെഹ്റുവിന് പ്രസംഗത്തിനിടയിൽ പോസ് ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരു വാചകം പറഞ്ഞ് നെഹ്റു പോസ് ചെയ്യും, നെഹ്റു നിർത്തും. അടുത്ത വാചകം വരുന്നവരെ ഒരു മൗനമുണ്ടാകും. ചിലപ്പോൾ ആ മൗനത്തിൽ നെഹ്റു സദസ്സിലേക്ക് എടുത്തു ചാടും. ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത നെഹ്റു സദസ്സിലേക്ക് സ്റ്റേജിൽ നിന്ന് എടുത്തു ചാടുമായിരുന്നു. ആ നെഹ്റു പോസ് ചെയ്ത ശേഷം പിന്നെ പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോയി ഉറുദു പഠിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല.
അതെൻ്റെ വീട്ടിലെ ഭാഷയായിരുന്നു. എൻ്റെ അമ്മയാണ് എന്നെ ഉറുദു പഠിപ്പിച്ചത്. വലതു ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന അറബി ലിപിയിൽ. ഈ ജവഹർലാലിനെ ഏത് പട്ടികയിൽ എഴുതണം? ഏത് പൗരത്വ പട്ടികയിൽ എഴുതണം? സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ കുട്ടികളെ നിരന്തരം പഠിപ്പിക്കുന്നു ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ച്. ഇന്ത്യൻ നവോത്ഥാനം എവിടെ നിന്നുണ്ടായി? ഇന്ത്യയുടെ നവോത്ഥാനം ആര് തുടക്കം കുറിച്ചു? ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പ്രോദ്ഘാടകൻ ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാ റാം മോഹൻ റായിയാണ്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. രാജാ റാം മോഹൻ റായിയെ പൗരത്വത്തിന്റെ ഏത് പട്ടികയിൽ എഴുതും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ? കാരണം അദ്ദേഹത്തെ വിളിച്ചത് മൗലവി രാം മോഹൻ റായ് എന്നാണ്. രാജാ റാം മോഹൻ റായിയെ ജനങ്ങൾ വിളിച്ചത് മൗലവി രാജാ റാം മോഹൻ റായ് എന്നാണ്. വെറുതെ വിളിച്ചതല്ല. അറബി അറിയാമായിരുന്നു, പേർഷ്യൻ അറിയാമായിരുന്നു. രാജാ റാം മോഹൻ റായ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടാൽ ആളുകൾ അത്ഭുതപ്പെടും. തുഹ്ഫത്തുൽ മുവഹിദീൻ എന്നായിരുന്നു രാജാ റാം മോഹൻ റായ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര്. ഏത് പൗരത്വത്തിന്റെ പട്ടികയിൽ എഴുതണം? ഏത് പട്ടികയിലാണ് രാജാറാമിനൊരു സ്ഥാനം കിട്ടുക? ഇതൊക്കെ വടക്കേ ഭാഗത്തെ കഥകളാണ്. ഒത്തുകളിച്ചു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരമുണ്ടല്ലോ, അതിൻ്റെ ഒരു വീരനായകൻ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ, ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നടന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ നെടുനായകനായിരുന്ന MP നാരായണ മേനോൻ. സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോരുന്ന ഒരു പേരുണ്ട്, ആലി മുസ്ലിയാർ. മലബാറിലെ സ്വാതന്ത്ര്യ സമരം, ആലി മുസ്ലിയാർ, വാരിയങ്കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി, നാരായണ മേനോൻ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇവരുടെയൊക്കെ പേര് പൊതുവെ എപ്പോഴും പറഞ്ഞു പോരുന്നതാണ്. ആ MP നാരായണ മേനോൻ എഴുതിയ ഒരു വാക്കുണ്ട്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, നല്ല പോലെ സ്നേഹിക്കുകയും നല്ല പോലെ സ്നേഹം നൽകുകയും ചെയ്ത് മൈത്രി ബന്ധത്തിൽ കൂടെ കൂട്ടിയാൽ മാപ്പിളമാരെ പോലെ ഒരു നല്ല ജനവിഭാഗത്തെ ലോകത്ത് വേറെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നെഴുതിയ വ്യക്തിയാണ് മഹാനായ MP നാരായണ മേനോൻ. രാജാ റാം മോഹൻ റായിയെ മൗലവി രാജാ റാം മോഹൻ റായ് എന്നാണ് വിളിച്ചതെങ്കിൽ നാരായണ മോഹനെ വിളിച്ച എന്തായിരുന്നു അറിയുമോ? മാപ്പിള മേനോൻ. മാപ്പിള മേനോൻ വെറുതെ വിളിച്ചതായിരുന്നില്ല. നിങ്ങൾ നാരായണ മേനോന്റെ തറവാട്ടിലേക്ക് ചെന്ന് കയറിയാൽ അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനായിരുന്നു, വല്ലാത്ത ധീരൻ, ബ്രിട്ടീഷുകാരൻ നിരന്തരം വെല്ലുവിളിച്ച ധീരൻ. എപ്പോഴും സമരം. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഏറെക്കാലം നാരായണ മേനോൻ ജീവിച്ചു. ഒരാനുകൂല്യവും പറ്റിയില്ല. ആനുകൂല്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ഞാൻ ഒന്നും പകരം പറ്റുകയില്ല എന്ന് പറഞ്ഞു. EMS അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. EMS പറയുന്നു, KPCCയിൽ ഒന്നിച്ചവർ പ്രവർത്തിച്ച കാലഘട്ടം കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഗുരുസ്ഥാനീയനായിരുന്നു MP നാരായണ മേനോൻ. ആ നാരായണ മേനോനെ വീട്ടിൽ നിങ്ങൾ ചെന്ന് കയറി കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉമ്മറത്തേക്ക് ചൊല്ലുമ്പോൾ തോന്നിപ്പോകും നമുക്ക് വീട് മാറിയോ എന്ന്. എന്താ കാരണം? കോലായിരിക്കുന്ന നാരായണ മേനോനെ നിങ്ങളൊരു കള്ളിമുണ്ടണിഞ്ഞുകൊണ്ടും അരയിൽ ബെൽറ്റ് കെട്ടിക്കൊണ്ടുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരു കള്ളിമുണ്ടും അരയിൽ ഒരു ബെൽറ്റും. വെറുതെ അല്ല ജനങ്ങൾ അദ്ദേഹത്തെ മാപ്പിള മേനോൻ എന്ന് വിളിച്ചത്. മാപ്പിള മേനോൻ എന്ന MP നാരായണ മേനോനെ പൗരത്വത്തിന്റെ ഏത് പട്ടികയിൽ എഴുതും? ഏത് പട്ടികയിൽ എഴുതും? അദ്ദേഹത്തെ ഏത് പട്ടികയിൽ എഴുതും? അങ്ങനെ ഇങ്ങെടുത്താൽ പോകട്ടെ. അതിനേക്കാളൊക്കെ വലിയൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ അടുത്ത കാലത്തെ ചെറിയ ചോദ്യങ്ങളാണ്. ഉത്തരേന്ത്യയിലെ രാമായണം രാമചരിത മാനസമാണ്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ, എൻ്റെ ബഹുമാനപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, അവർ ആലപിക്കുന്ന രാമായണം തുഞ്ചത്ത് ആചാര്യൻ എഴുതിയ ആധ്യാത്മ രാമായണമാണ്. വാൽമീകി എഴുതിയ രാമായണത്തെ പല ഭാഷകളിൽ പല രീതികളിൽ പുനരാഖ്യാനം ചെയ്ത് പിൽക്കാലത്ത് വന്ന പണ്ഡിത കേസരികൾ
മഹാമേരുക്കളായ ദാർശനികന്മാർ, പുണ്യശ്ലോകന്മാർ, അവർ പുനർവ്യാഖ്യാനം ചെയ്ത് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രാമായണം, അതിൽ കേരളത്തിലെ തുഞ്ചത്താചാര്യന്റെ അധ്യാത്മ രാമായണമാണ് കർക്കടക മാസമായ രാമായണ മാസത്തിലും അല്ലാത്ത സകല മാസങ്ങളിലും മലയാളികൾ പാരായണം ചെയ്യുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിലെ രാമായണം അതല്ല. സ്വാഭാവികമായും ഉത്തരേന്ത്യയിലെ രാമായണം രാമചരിത മാനസമാണ്. അതിൻ്റെ പേര് രാമചരിത മാനസ് എന്നാണ്. അതാണ് വീടായ വീട് തോറും ഹൈന്ദവ സഹോദരങ്ങളിൽ, കുടുംബങ്ങളിൽ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ പാരായണം ചെയ്യുന്നത്. ആ രാമായണം എഴുതിയത് തുളസീദാസാണ്. തുളസീദാസ് എന്ന് മലയാളികൾ പറയും, യഥാർത്ഥത്തിൽ തുളസി എന്ന് പറയും. തുളസിയുടെ ഒരു വാക്കിപ്രകാരമാണ്, ദൂത് കഹിയേ, എന്നെ ദൂതൻ എന്ന് വിളിച്ചോ, അവധൂത് കഹിയേ, എന്നെ അവധൂതൻ എന്ന് വിളിച്ചോ, ദൂൽഹ കഹിയേ, എന്നെ തയ്യൽക്കാരൻ എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിച്ചോ. ഞാൻ എൻ്റെ മകന് പെണ്ണന്വേഷിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും പരാതിയില്ല. ഞാൻ എൻ്റെ മകന് പെണ്ണും ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും പരാതിയില്ല. ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഞാൻ ഭിക്ഷ തണ്ടി ജീവിക്കുകയും മസ്ജിദിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ഉപജീവനം ഭിക്ഷയാണ്. എൻ്റെ പാർപ്പ് മുസ്ലിങ്ങളുടെ മസ്ജിദിലാണ്. മസ്ജിദ് മേ രഹിയോ, എൻ്റെ പാർപ്പ് മസ്ജിദിലാണ്. ഉത്തരേന്ത്യയിലെ വീടായ വീട് തോറും പാരായണം ചെയ്യുന്ന രാമചരിത മാനസം എഴുതിയ തുളസീദാസ്, അദ്ദേഹം എഴുതിയ ഈ വരികൾ, ആ തുളസീദാസിനെ പൗരത്വത്തിൻ്റെ ഏത് പട്ടികയിൽ എഴുതണം? പകൽ മുഴുവൻ ഭിക്ഷ തണ്ടി അന്തിക്ക് പാർക്കാൻ പള്ളിയിൽ പോകുന്ന ഇയാളെ, അദ്ദേഹത്തെ ഏത് പട്ടികയിൽ എഴുതണം? അദ്ദേഹം തന്നെ പറയുന്നതാണ്, വേറെ ആരും പറയുന്നതല്ല, എൻ്റെ പാർപ്പ് മസ്ജിദിലാണ്. ചരിത്രം നമ്മോട് പറയുന്നു, തുളസീദാസ് ഒരു മസ്ജിദിൻ്റെ മുറ്റത്ത് പുല്ലുമായി വിരിച്ചിട്ട് അവിടെയായിരുന്നു രാപ്പകൽ പാർത്തിരുന്നത്. ഇന്ത്യ എന്ന മൈത്രി, ഇന്ത്യ എന്ന മതേതരത്വം, ഇന്ത്യ എന്ന ഉത്ഗ്രഥനം, ഇന്ത്യ എന്ന ബഹുസ്വരത, ആ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇതിഹാസമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ചെയ്ത ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ വ്യാഖ്യാനമായി കൊണ്ട് മാത്രമാണ് ഇത്രയും സമയം ഈ മഹാസദസ്സിനോട് സംസാരിച്ചത്. ഞാനതിന് അനുബന്ധം കുറിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മാതിരിയുള്ള വിവേചനങ്ങൾക്കെതിരെ, ഗാന്ധി മഹാത്മാവിനെതിരെയുള്ള അന്യായങ്ങൾക്കെതിരെ, ഗാന്ധി മഹാത്മാവിനെ പോലുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെ എത്രമാത്രം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലോ അത്രമാത്രം പിന്നെയും പിന്നെയും പുനർജനിക്കുന്ന മഹാത്ഭുതമാകുന്നു, മഹാപ്രതിഭാസമാകുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിജിയെ പോലുള്ളവരെ, അവരുടെ ആദർശങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോ ഒക്ടോബർ 2 വരുമ്പോൾ ഗാന്ധിയുടെ പേരും പറഞ്ഞ് പിന്നെ ഇറങ്ങും. പക്ഷെ ഉറുദു കവി പറഞ്ഞ പോലെയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഇവരുടെ സ്ഥിതി. രേഷ്മി ലിബാസ് മേ ചുബി ഹുവി थी ഹമാരി മുഫ്ലിസി, നമ്മുടെ പാപ്പരത്തം നമ്മൾ പട്ടുടയാട കൊണ്ട് മൂടി വെച്ചതായിരുന്നു. നമ്മുടെ പാപ്പരത്തം നമ്മൾ പട്ടുടയാട കൊണ്ട് മൂടി വെച്ചതായിരുന്നു. ഒരു തെമ്മാടിക്കാറ്റ് വീശിയപ്പോ നമ്മൾ അങ്ങ് നഗ്നരായി പോയി. നമ്മൾ നമ്മുടെ പല പാപ്പരത്തങ്ങളും മൂടി വെച്ചിരുന്നു. ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്നവർ മൂടിവെച്ച സകല പാപ്പരത്തങ്ങളും നിങ്ങളുടെ പൗരത്വ ഭേദഗതി ബില്ലിലൂടെ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വല്ലതും മൂടി വെച്ചിരുന്നെങ്കിൽ തന്നെ. ഇപ്പൊ ഓരോരുത്തരായിട്ട് ഓരോന്ന് പറയുന്നു. ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് വിളിക്കുമ്പോൾ സഹിക്കാൻ കഴിയില്ലത്രേ. ആ MP-ക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടിരുന്നത്. അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി നടപടി സ്വീകരിച്ചതായിട്ട് ഇതുവരെ ഒന്നും കേട്ടില്ല. ഗാന്ധിയെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം.
ഗാന്ധി എങ്ങനെ വേണമെങ്കിലും എവിടെയെങ്കിലും അവഹേളിക്കാം, കൊല്ലപ്പെട്ട ശേഷം പിന്നെയും കൊല്ലാം. ഗാന്ധിയുടെ രൂപമുണ്ടാക്കുക, അതിനു നേരെ റിവോൾവർ കൊണ്ട് വെടിയുതിർക്കുക. ഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഹിന്ദു, ആധുനിക ഇന്ത്യയിൽ ഏറ്റവും മഹാനായ ഹിന്ദു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഏറ്റവും വലിയ മതേതരവാദിയും ഗാന്ധിയാണ്. ഈ നാട് കണ്ട അതിൻ്റെ പേരിൽ തന്നെയാണ് ഗാന്ധി കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഇന്ത്യക്കാരുടെ ദാഹമാണ് ഇന്ന് രാജ്യമൊട്ടുക്കും നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. ഒന്നിച്ചാണ് ഈ ഇന്ത്യ ഉണ്ടായത്, ഒന്നിച്ചാണ് ഇന്ത്യ എല്ലാവരും കൂടി കെട്ടിപ്പടുത്തത്. ഒന്നിച്ച് തന്നെ ഇന്ത്യ നിലനിൽക്കും. ആർക്കും അതിനെ വ്യത്യസ്തമായ കള്ളറകളിലാക്കി മാറ്റാൻ കഴിയില്ല. രാജ്യം ഭരിക്കുന്നവർക്ക് മനസ്സുണ്ടെങ്കിൽ ആ കറൻസി നോട്ടെങ്കിലും ഒന്ന് നോക്കാൻ സമയമുണ്ടാകണം. നിങ്ങൾ ഒരു കാലത്ത് നിരോധിച്ച് ഈ നാട്ടുകാരെ മുഴുവനും കുഴപ്പത്തിൽ ചാടിച്ച ആ കറൻസി നോട്ട് 5 രൂപയോ 10 രൂപയോ ആകട്ടെ, 2000 രൂപയാകട്ടെ, ഇത് 2000 രൂപ, ഇത് 5 രൂപ എന്ന് ആ കറൻസി നോട്ട് കയ്യിലെടുക്കുന്ന ഒരാളോട് ഇന്ത്യയുടെ ഗവൺമെന്റും റിസർവ് ബാങ്കും പറയുന്നത് എത്ര ഭാഷകളിലാണ്, എത്ര ഭാഷകളിലാണ്. അതിൽ വലത്തുനിന്ന് ഇടത്തോട്ട് എന്നൊരു ഭാഷയുമുണ്ട്, അറബി ലിപിയിൽ. നോക്കൂ ആ കറൻസി നോട്ട്. ആ കറൻസി നോട്ടിന്റെ വലിപ്പമെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നവരുടെ മനസ്സുകൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ആശിക്കുവാനും ആശംസിക്കുവാനുമുള്ളത്. അതുമല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്, ഇന്ന് മഹാനായ തങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് അവസാനിപ്പിക്കുന്നത്, ഞാനൊരു ദിവസം പാർലമെന്റിന്റെ കോറിഡോറിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ പിതാവ് ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു. അറബി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, സാത്വികനായ മനുഷ്യനായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. പ്രശസ്തി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ഒതുങ്ങി ജീവിച്ചിരുന്നു. വലിയ അച്ചടക്കവാദിയായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും ഞാനടക്കമുള്ള മക്കളെ വളരെ ഗൗരവത്തിൽ ശിക്ഷിച്ചിരുന്നു. എന്നെ ചെറുപ്പത്തിൽ സംസ്കൃതം പഠിപ്പിച്ച് സംസ്കൃതം പഠിക്കാൻ ഞങ്ങളുടെ അടുത്ത നാട്ടിലേക്ക്, മാറാക്കരയിലെ ഒരു ഇല്ലത്തെ കുഞ്ചു നമ്പൂതിരി അടുക്കലേക്ക് എൻ്റെ പിതാവ് എന്നെ പറഞ്ഞയച്ചു. കുഞ്ചു നമ്പൂതിരി ചെന്നപ്പോൾ തന്നെ ഏതായാലും സംസ്കൃതം പഠിക്കല്ലേ, എന്നാ പിന്നെ ഭഗവത്ഗീതയും ഉപനിഷത്തും പഠിച്ചാൽ എന്താ, അദ്ദേഹം എന്നോട് ചോദിച്ചു. എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിരുന്ന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാനത് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു. ആ വീടൊരു പ്രധാനപ്പെട്ട വീടാണ്. ഇതൊക്കെ ഇന്ത്യയുടെ മതേതരത്വമാണ്. ആ വീട്ടിൻ്റെ അകത്തെ മുറിയിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇവിടെയാണ് EMS ഒളിവിൽ പാർത്തത് എന്ന്. അപ്പോൾ സംസ്കൃത പണ്ഡിതനായ എൻ്റെ ഗുരുനാഥൻ കമ്മ്യൂണിസ്റ്റുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ EMSന് അദ്ദേഹം വീട്ടിൽ അഭയം നൽകുകയില്ല. അതും മാറാക്കര, ഇവിടെ എൻ്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിസര പ്രദേശമാണത്. ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെ നമുക്കെല്ലാവർക്കും ബന്ധമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ പറഞ്ഞയച്ചിട്ടതിൻ്റെ കുറച്ചപ്പുറത്താണ് തൻ്റെ ചെറുപ്പത്തിലെ ദർസ് പഠനം ആരംഭിക്കുന്നത്. ഈ മാറാക്കരയിലാണ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ആ അച്ചിപ്ര മഹല്ലത്തിലെ ജുമാ മസ്ജിദിലാണ് തൻ്റെ ദർസ് ആരംഭിക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പ്രദേശങ്ങളാണെല്ലാം, അറബിയായാലും സംസ്കൃതമായാലും എല്ലാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസ്കൃതം പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച ശ്ലോകങ്ങളിൽപ്പെട്ട ഒരു ശ്ലോകമായിരുന്നു, അയം നിജ പരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. അയം നിജ പരോവേദി, എൻ്റെ മാത്രം, ഞാൻ മാത്രം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അയം ഞാൻ മാത്രം, അങ്ങനെ നിന്ന് വിചാരിക്കുന്ന ആളുകൾ, പരോവേദി ഗണാനാം ലഘുചേതസാം, അവരെ മനസ്സ് ചെറിയ മനസ്സാണ്. ഞാൻ മാത്രം, എൻ്റേത് മാത്രം എന്ന് വിചാരിക്കുന്നവരുടെ മനസ്സ് ചെറിയ മനസ്സാണ്. ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം, വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട്, ലോകമാണ് തറവാട്. അതാണ് ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ
അഭിവന്ദരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ പൗരത്വ ഭേദഗതി ബില്ല് പോലുള്ള വിവേചനങ്ങൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിനും എതിരാണ് എന്നിവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ഇത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരാണ്. വസുധൈവ കുടുംബകമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ലോകമേ തറവാട്. അത്ര വിശാലമായ മനസ്സാണ് ഇന്ത്യ. ഇപ്പം ഞാനൊരു ദിവസം പാർലമെന്റിന്റെ കൊറിഡോറിലൂടെ നടന്നു പോകുമ്പോൾ അറിയാതെ മേലോട്ട് നോക്കി. ദൈവഹിതം എന്നേ പറയാനുള്ളൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. നോക്കിയപ്പോഴുണ്ട് പാർലമെന്റിന്റെ മകുടത്തിൽ ഈ ശ്ലോകം എഴുതി വച്ചിരിക്കുന്നു, മനോഹരമായ ദേവനാഗരി ലിപിയിൽ. പാർലമെന്റിന്റെ ഒരു മകുടത്തിൽ വൃത്താകൃതിയിൽ അയം നിജ പരോവേദി ഗണനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്നവന്റെ മനസ്സ് ചെറിയ മനസ്സാണ്. നമ്മൾ പറയാറില്ല ഈ CP ചെറിയ മുഹമ്മദ് എന്നൊക്കെ എന്ന മാതിരി ചെറിയ മനസ്സാണ്. ഈ CP ചെറിയ മുഹമ്മദ് അല്ല, അത് പേരിൽ മാത്രമേ ചെറുപ്പുള്ളൂ. അതുകൊണ്ട് ചെറിയ മനസ്സാണ്. ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട്. ഈ രാജ്യം ഭരിക്കുന്നവർ മറ്റൊന്നിനും സമയം കിട്ടാതെ ലോകം കറങ്ങുന്നതിനിടയിൽ ഒന്ന് സ്വന്തം ശിരസ്സുയർത്തി ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വത്തിൻ്റെ ശ്രീകോവിലായ അതിൻ്റെ മകുടത്തിൽ എഴുതി വെച്ച ഉപനിഷത്തിൻ്റെ ശ്ലോകം അത് കണ്ടാൽ തന്നെ കണ്ണ് കുളിർക്കും. ദേവനാഗരി ലിപിയിലാണ്. അതൊന്ന് വായിക്കാൻ സമയം കണ്ടെത്തണേ എന്നപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഖുർആന്റെ ഒരു സൂക്തവും ഇന്ത്യയുടെ പാർലമെന്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യ, അത്ഭുതകരമായ ഇന്ത്യ. 3 മതങ്ങളെ നൊന്തുപെറ്റ ശേഷം, അതിനു മുമ്പ് ഹിന്ദുമതത്തിന്റെ തറവാടും ഈറ്റില്ലവും പോറ്റില്ലവുമായി അറിയപ്പെട്ട ശേഷം, 3 മതത്തെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച ശേഷം പേറ്റുനോവോടെ ശ്രീബുദ്ധനെ ഇന്ത്യ നൊന്തിട്ടാണ് പ്രസവിച്ചത്. വർദ്ധമാന മഹാവീരന് അങ്ങനെ തന്നെയാണ്. ജാതി കൊടികുത്തിവാണ കാലത്ത് ഗൗതമൻ എന്ന സിദ്ധാർത്ഥൻ വളരെ ക്ലേശത്തോടെയാണ് ഇന്ത്യ ജന്മം കൊടുത്തത് ശ്രീബുദ്ധൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ നൊന്തുപെറ്റ ബുദ്ധൻ, ഇന്ത്യ നൊന്തുപെറ്റ 3 മതങ്ങൾ. അതുകൊണ്ടും ദാഹം തീരാതെ 2 ലോക മതങ്ങൾക്ക് വേണ്ടി ഇന്ത്യ കൈനീട്ടി. പിന്നീട് 3 ലോക മതങ്ങൾക്ക്, ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എല്ലാം കടന്നു വന്നു. ഇന്ത്യ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ 3 എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട ഇന്ത്യ, ശങ്കരന്റെ, കപിലന്റെ, കണാദന്റെ, മാധവന്റെ, ചൈതന്യന്റെ, മഹാദേവന്റെ, ജയദേവന്റെ, തുക്കാറാമിന്റെ, തുളസിദാസിന്റെ, നിസാമുദ്ദീന്റെ, മൊയ്നുദ്ദീന്റെ, വാൽമീകിയുടെ, വേദവ്യാസന്റെ ഇന്ത്യ, ദ ഇൻക്രെഡിബിൾ ഇന്ത്യ, അതിശയകരമായ ഇന്ത്യ, സകല ഭാഷകൾക്കും മതങ്ങൾക്കും കേളീഗൃഹമായ ഇന്ത്യ. ആ ഇന്ത്യ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ, ജവഹർലാലിനെ, മൗലാന ആസാദിനെ ഒക്കെ തന്നെ ജനിപ്പിച്ച ഇന്ത്യ. ആ ഇന്ത്യ രാജ്യം അതിൻ്റെ പാർലമെന്റിന്റെ മറ്റൊരു മകുടത്തിൽ ഖുർആന്റെ ഒരു സൂക്തവും അറബി കയ്യെഴുത്ത് കലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നോട് ഇതാരും പറഞ്ഞിരുന്നില്ല, അതുവരെ ഞാനൊരു പുസ്തകത്തിലും വായിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കാല് തടഞ്ഞപ്പോൾ മേലോട്ട് നോക്കിയ പോലെ ആയിരുന്നു എൻ്റെ അനുഭവം. ഈ 2 ഞാൻ അന്നാ കണ്ടത്. അപ്പം അതും കൂടി വായിക്കാൻ സമയം കിട്ടണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഖുർആന്റെ ഒരു സൂക്തം ഇന്ത്യയുടെ പാർലമെന്റിൽ, മനോഹരമായ അറബ് കയ്യെഴുത്ത് കലയിൽ. അതാണ് ഇന്ത്യയുടെ ദേശീയത. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാതെ ദൈവം അവരെ മാറ്റുകയില്ല എന്നാണ് ആ ഖുർആന്റെ സൂക്തം. ദൈവം ഇറങ്ങി വന്ന് മാറ്റൂല, മാലാകമാരും മാറ്റൂല. ജനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകും. ജനങ്ങളിൽ നിന്നിതാ മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ മാറ്റങ്ങളുടെ കൂലംകുത്തി ഒഴുക്കിൽ അധാർമികതയുടെ, അനീതിയുടെ ഭരണകൂടങ്ങൾ കുത്തിയൊലിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് തെറ്റ് തിരുത്തുന്നതാണ് ഭംഗി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ മനസ്സ് വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കവിതയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമപരൻ്റെ അതൻ പ്രിയം, പ്രിയമപരൻ്റെ അതൻ പ്രിയം. അപരൻ്റെ പ്രിയമാണ് എൻ്റെ പ്രിയം, മറ്റുള്ളവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. സ്വന്തം പ്രിയം മറ്റുള്ളവൻ്റെ പ്രിയമായിട്ട് ഇപ്രകാരം മാറിത്തീരും. നിന്റെ പ്രിയം പ്ലസ് എൻ്റെ പ്രിയം പ്ലസ് ഈസ് ഈക്വൽ ടു പൊതുപ്രിയം. എൻ പ്രിയം പ്ലസ് നിൻ പ്രിയം
പൊതുപ്രിയം. നിന്റെ പ്രിയത്തോട് എൻ്റെ പ്രിയം കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു പൊതുപ്രിയമാകുന്നു. അതാണ് ഡെമോക്രസി, അതാണ് ജനാധിപത്യം. എല്ലാവരുടെയും പ്രിയത്തെ ഒന്നിൽ ലയിപ്പിച്ചു നിർത്തുക. പ്രിയം അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതായി തീരണമെന്ന് നാരായണ ഗുരു. മറ്റുള്ളവനെ വെറുക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം പോലും അവന് പ്രിയപ്പെട്ടതാകണം. എന്നിട്ട് നാരായണ ഗുരു പറയുന്നു, അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോ മുഖനായി കിടന്ന് ചെയ്യുന്ന അപചയ കർമ്മം അവന് വേണ്ടി മാത്രം. അവസാനത്തെ 4 വരി വളരെ പ്രസിദ്ധമാണ്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലൊരാദിമമായ ഒരാത്മരൂപം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവൻ ഇവൻ ആ സമുദായം ഈ സമുദായം ആ ജാതി ഈ ജാതി എന്നീ പറയുന്നൊക്കെ ഉണ്ടല്ലോ, ഓർത്താൽ ഒറ്റ ഒന്നിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് ശ്രീനാരായണ ഗുരു. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവൻ്റെ സുഖത്തിന് വേണ്ടിയായിരിക്കണം. ഇത് ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട്, ഇതിവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അപരനെ ഉണ്ടാക്കുകയാണ് എന്ന് തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉദ്ഘാടന പ്രസംഗത്തിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ച ആ വാക്കോർത്തുകൊണ്ട് അപരനെ ഉണ്ടാക്കുന്നു. അപ്പോഴാണ് നാരായണ ഗുരു പറയുന്നത്, അപരന്റെ പ്രിയം എൻ്റെ പ്രിയം നിന്റെ പ്രിയം ഒന്നാണ്. പ്രിയം അപരന്റെ അതൻ പ്രിയം, മറ്റുള്ളവന്റെ പ്രിയമാണ് എൻ്റെ പ്രിയം. അപരത്വ നിർമ്മിതി വ്യവസായവും രാഷ്ട്രീയവുമാക്കിയവർ അത് മതിയാക്കി എല്ലാവരെയും ഒരു പൊതുവായി കാണുന്ന മനുഷ്യത്വത്തിൻ്റെ ആദർശത്തിലേക്ക്, അതിൻ്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ ആശംസകളോടെ KSTUവിൻ്റെ മഹാസമ്മേളനത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഏറ്റവും സുശക്തമായ ഈ അധ്യാപക പ്രസ്ഥാനം നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, വിദ്യക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി ഇനിയും വലിയൊരു വടവൃക്ഷമായി ഈ KSTUവിൻ്റെ മഹാസമ്മേളനങ്ങളിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം വന്ന ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ഇന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കൊപ്പം ഈ വേദി പങ്കിട്ടപ്പോൾ ഇവിടെ ഉണ്ടായ ആദർശ നിബദ്ധമായ ആ അനുഭവം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ജൈത്രയാത്ര നന്മയുടെ മാർഗത്തിലൂടെ ഇന്ത്യ രാജ്യത്തോടുള്ള സ്നേഹവും മനുഷ്യത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എല്ലാ മനുഷ്യരുടെയും ഒരു കൂട്ടായ്മ, മനുഷ്യത്വത്തിന്റെ സാഹോദര്യം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.